ഈ നവംബറിൽ PSCയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ബിവറേജ് LD നോട്ടിഫിക്കേഷൻ. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ജോലിയുടെ പ്ലസും മൈനസും എല്ലാമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സമയം ഇച്ചിരി ലാഭിച്ചു തരാൻ എനിക്ക് സാധിക്കും. ആദ്യം നമുക്ക് ഈ ജോലിയുടെ പ്ലസ് ഫാക്ടേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഏറ്റവും മികച്ച സാലറിയാണ്. അതായത് നിങ്ങൾക്ക് ഔട്ട്ലെറ്റിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ജോലിയുടെ സമയം വരുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. നോർമലി ഒരു ഗവൺമെന്റ് സർവീസിൽ കയറുന്ന ഒരാൾക്ക് 10 to 5 ജോലിയുടെ സമയം വരുന്നത്. പക്ഷേ ഇവിടെ 4 മണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ എക്സ്ട്രാ എടുക്കേണ്ടി വരും. അവിടെ അതിന് പകരമായിട്ട് 425 രൂപ നിങ്ങൾക്ക് എല്ലാ ദിവസവും എക്സ്ട്രാ കിട്ടും. ഇത് ഒന്നാമത്തെ പ്രത്യേകത, ഏറ്റവും മികച്ച സാലറി. രണ്ടാമത്തെ പ്രത്യേകത ബോണസ് ആണ്. ഇപ്പോൾ തന്നെ, അതായത് ഈ ഓണത്തിന് ഏതാണ്ട് 1,02,500 രൂപയാണ് ബോണസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ബോണസ് മറ്റേതൊരു സ്ഥാപനത്തിൽ പോലും നമുക്ക് കിട്ടത്തില്ല. മാത്രമല്ല ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടെയാണ് ബെവ്കോ. രണ്ടാമത്തെ ഈ ജോലിയുടെ അഡ്വാൻറ്റേജ് പ്രൊമോഷൻ ചാൻസ് ആണ്. കാരണം ഇപ്പോൾ PSC ബിവറേജ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വിളിക്കാറില്ല. അതായത് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനായ ബിവറേജ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിക്കാറില്ല. ഇപ്പോൾ അത് LDയുടെ പ്രൊമോഷൻ ചാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞു പ്രായത്തിലാണ് സർവീസിലേക്ക് കയറുന്നതെങ്കിൽ അവിടെ നല്ല പ്രൊമോഷൻ കിട്ടി നിങ്ങൾക്ക് മേളിലേക്ക് പോകാൻ പറ്റും. അതായത് റീജിയണൽ മാനേജർ വരെ പോസ്റ്റിൽ വരെ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇത്രയുമാണ് ഈ ജോലിയുടെ പ്ലസ് ഫാക്ടേഴ്സ്. ഒന്ന്, ഏറ്റവും മികച്ച സാലറിയാണ്, ഏറ്റവും മികച്ച ബോണസ് കിട്ടും, മാത്രമല്ല പ്രൊമോഷൻ ചാൻസും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കേട്ടപ്പോൾ ഓക്കെ, കൊള്ളാം, അടിപൊളിയാണ്, എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഒന്നാമത്തെ നെഗറ്റീവ്, നിയമനം വളരെ കുറവാണ്. അതായത് 2021 ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത്, കാറ്റഗറി നമ്പർ 558/2021. അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും വെറും 229 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. 229 അഡ്വൈസ്, ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അവിടെ ഇത്രയും നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. നിയമനം വളരെ കുറവാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ, എൻ്റെ മുമ്പിൽ മറ്റൊരു ഓപ്ഷനില്ല, എനിക്കൊരു ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ഈ എക്സാം മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരുന്നു. കാരണം നിയമനം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ കുറവാണ്. മാക്സിമം ഒരു 400 അഡ്വൈസ് വരെയൊക്കെ നമുക്ക് പോവാം. അതിൽ തന്നെ കൂടുതലും NJDs ആണ്. അപ്പോൾ അങ്ങനെ എനിക്കൊരു പെട്ടെന്നൊരു ജോലി വേണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പറ്റിയൊരു പോസ്റ്റ് ഇതല്ല. അപ്പോൾ അവിടെ അവർ ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും അടുത്ത് നമുക്കൊരു ജോലി വേണം. അതായത് 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ തന്നെ എനിക്ക് സർവീസിൽ കയറാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ദേവസ്വം LD നോട്ടിഫിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അത് ഹിന്ദുസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അല്ല എങ്കിൽ നമുക്കൊരു ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഏറ്റവും വലിയ പ്രത്യേകത 4000 നിയമനങ്ങൾ നടക്കും. 4000. അതായത് പണ്ടൊക്കെ നമ്മളിങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്, ഉറങ്ങിപ്പോയി എക്സാം എഴുതിയാലും ജോലി കിട്ടും. കാരണം അത്രമാത്രം നിയമനം നടക്കുന്ന ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ്. ഇനി ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർ നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷനും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അവിടെയും ഒരു 3000+ നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ VFA നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി മാത്രം ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. കാരണം നിയമനങ്ങൾ കണ്ടല്ലോ കുറവാണ്. ഇതിൻ്റെ സെയിം അവസ്ഥയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും അത്രയും നിയമനങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. ബിവറേജ് LD അതൊക്കെ ഏതാണ്ട് കുറച്ച് നിയമനങ്ങൾ മാത്രം നടക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ബാക്കപ്പ് വേണം. ആ ബാക്കപ്പിനായിട്ട് ഒരു ഡിഗ്രി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുക? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ചൂസ് ചെയ്യുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കും. ഇനി നോട്ടിഫിക്കേഷൻ വരുന്നതുവരെ ഒന്നും കാത്തിരിക്കേണ്ട. അവസാന നിമിഷം പ്രിപ്പയർ ചെയ്താൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതേസമയം ഡിഗ്രി ഇല്ലാത്ത ഒരാളാണെങ്കിൽ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. അല്ലെങ്കിൽ VFAക്ക് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. അതിനകത്ത് റിസൾട്ട് കിട്ടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോമൺ ആയിട്ട് ഒറ്റ പ്രിപ്പറേഷൻ വരാൻ പോകുന്ന എല്ലാ എക്സാമും നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണോ അവർക്ക് ഈ ബിവറേജ് LD കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഒറ്റ കാര്യം മാത്രം ഓർത്ത് വെച്ചിരിക്കുക, നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ നിന്നാൽ ഒന്നും ആവാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സൂപ്പർ നോട്ട്സിൻ്റെ ഡിഗ്രി ലെവൽ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതൊരു ലോങ് ടേം ബാച്ചാണ്. അതിനകത്ത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ആ പരീക്ഷകളെല്ലാം അതിനകത്ത് കവർ ചെയ്യും. SBCID എല്ലാം കവർ ചെയ്യും. ഓക്കെ, ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ചാണ്. എക്സാം വരെ നിങ്ങൾക്ക് അതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഡിഗ്രി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നമ്മുടെ ട്രയാഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തും ഇതുപോലെ തന്നെയാണ് ബിവറേജ് LD, കമ്പനി ബോർഡ് LGS, VFA ഇതിനെല്ലാം കൂടെ ചേർത്തൊരു കോമൺ ബാച്ചാണ്. അപ്പോൾ നമുക്ക് കാശ് ഒരിക്കലും പോകത്തില്ല. അതായത് നിയമനം കുറഞ്ഞൊരു പോസ്റ്റിന് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ കാശും ബാക്കിയൊന്നും പോകത്തില്ല. ഒരു ജോലി നമുക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ 8281223366 ആ നമ്പറിൽ വിളിച്ചോടാം. 250 പേർക്ക് മാത്രമേ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകൾ നിങ്ങളുടേതായിരിക്കും.